ഇദം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ. ഭഗവാന് ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കളി പോലെയാണത്രേ. അല്ലേ? ഇപ്പോ ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ ബിൽഡിംഗ് സെറ്റ് വാങ്ങിക്കൊടുക്കാറില്ലേ നമ്മൾ? പലതരത്തിലുള്ള കട്ടകൾ. അവര് അതൊക്കെ പൊളിച്ച് മുമ്പിലേക്ക് ഇടും. എന്നിട്ടോ അതുകൊണ്ട് വീടുണ്ടാക്കും, കാറുണ്ടാക്കും, ബസ് ഉണ്ടാക്കും. കളിയൊക്കെ കഴിഞ്ഞാലോ ഇതൊക്കെ പൊളിച്ച് സഞ്ചിയിലേക്ക് ഇടും. ഇതുപോലെ ഭഗവാനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം എന്ന് പറയണത് ഒരു കളിപ്പൊരയാ. വിശ്വം ചമയ്ക്കുമുടനെ അതു കാത്തഴിക്കും വിശ്വൈകനാഥനൊരു കളിപ്പുരയെന്ന പോലെ. ആ വിശ്വൈകനാഥനായ ഭഗവാനെ സംബന്ധിച്ച് ഒരു ദിവസം തോന്നി കുറേ സൃഷ്ടി ചെയ്തിട്ട് കളിക്കാം. അങ്ങനെ സൂര്യനെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, മറ്റനേകം ഗ്രഹങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. കളി മടുക്കണില്ല എന്ന് കണ്ടപ്പോ ഇനിയിപ്പോ എന്തു വേണം? സൃഷ്ടി കൂടുതൽ കൂടുതൽ വേണം. അതിന് പത്മനാഭൻ തന്റെ നാഭീകമലത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിനോട് പറഞ്ഞു, അങ്ങ് സൃഷ്ടി തുടർന്നോളൂ, സൃഷ്ടിച്ചോളൂ. ബ്രഹ്മാവ് പലതരം ജീവജാലങ്ങൾ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചു. അങ്ങനെ ഈ ഭവത്തിലേക്ക്, ഈ ഭവസാഗരത്തിലേക്ക് ഈ ജീവജാലങ്ങളൊക്കെ എത്തിച്ചേർന്ന് എല്ലാവരും പലതരം പ്രാരബ്ധങ്ങളിൽ അകപ്പെട്ട് വേവലാതി പിടിക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് ഭഗവാൻ ഓർമ്മിച്ചത്, അല്ല, ഈ പ്രാരബ്ധത്തിൽ കഴിയുന്ന ജീവജാലങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന അഹമേവാസമേവാഗ്രേന അന്യന്റെ സദസൽപരം. സൃഷ്ടിക്ക് മുമ്പുണ്ടായതും സൃഷ്ടിയായി വരുന്നതും സൃഷ്ടി കഴിഞ്ഞാൽ ബാക്കിയാകുന്നതും ബ്രഹ്മദേവ, ഞാൻ താനിതെല്ലാം, മറ്റൊന്നുമില്ല എന്നുപദേശിച്ച ഭഗവാന് സൃഷ്ടി തുടങ്ങിയപ്പോഴാണ്, അല്ലെങ്കിൽ സൃഷ്ടിക്ക് ആജ്ഞ കൊടുത്തപ്പോഴാണ് ഒരബദ്ധം മനസ്സിലായത്. ആനന്ദസ്വരൂപനായ താൻ തന്നെയാണ് ഈ സൃഷ്ടിയിൽപ്പെട്ട് പ്രാരബ്ധം അനുഭവിക്കാൻ പോണത്. തൻ്റെ അംശം തന്നെയാണ്, പരമാത്മാവായിരിക്കുന്ന പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന തൻ്റെ അംശം തന്നെയാണ് ഗുണങ്ങൾക്കടിമയായി, പ്രാരബ്ധങ്ങൾക്കടിമയായി ഈ ഭവസാഗരത്തിൽ ഇനി മുങ്ങിത്താഴാൻ പോണത് എന്ന് തോന്നിയപ്പോ കാരുണ്യാൽ, അപ്പൊ ഭഗവാന് ഒരു കാരുണ്യം തോന്നി. ബ്രഹ്മാവിനോട് പറഞ്ഞു, ഈ ഭവസാഗരത്തിൽ പെട്ടിരിക്കുന്നതായ ജീവജാലങ്ങൾക്ക് ഒരു തിരിച്ചറിവ് തരാൻ. ഇങ്ങനെ ഈ പ്രാരബ്ധത്തിൽ മുങ്ങിത്താഴേണ്ടവരല്ല നമ്മള്. പിന്നെയോ ആനന്ദസ്വരൂപനായ ഭഗവാന്റെ അംശങ്ങളാണ്, സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ അംഗങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കാരുണ്യാൽ സംപ്രകാശിതം, പ്രകാശിപ്പിച്ചതാണത്രേ ഭാഗവത കഥാഗംഗ. ആ കഥാഗംഗ ഇതാ ബ്രഹ്മാവിലേക്കും ബ്രഹ്മാവിൽ നിന്ന് നാരദരിലേക്കും, അല്ലേ, ഗംഗ അല്ലെങ്കിൽ സരസ്വതി, ഇത്തരത്തിലുള്ള നദികളൊക്കെ പുറപ്പെടുന്ന സ്ഥലം നോക്കിയാൽ നമുക്ക് തോന്നും, ഇതാണോ ഈ ചെറിയ രണ്ട് പാറയുടെ ഇടയിൽ നിന്ന് ഒഴുകുന്ന ഈ ഗംഗയാണോ? ഋഷികേശിലും ഒക്കെ എത്തുമ്പോഴേക്കും എത്രയോ വലിയ വിസ്താരത്തിൽ കുതിച്ചൊഴുകുന്ന ഈ ഒരു ഗംഗ ഈ രണ്ട് പാറയുടെ ഇടന്ന് തുടങ്ങണതാണോ എന്ന് തോന്നും. ഇതുപോലെ ചതുശ്ലോകി ഭാഗവതം എന്ന ആ ഭഗവാന്റെ തിരുമുഖത്തു നിന്നൊഴുകിയ ഗംഗ, ഭാഗവത ഗംഗ, വേദവ്യാസന്റെ അടുത്ത് നിന്ന് എത്തുമ്പോഴേക്കും 12 സ്കന്ധങ്ങളിലായി 335 അധ്യായങ്ങളിലായി 18,000 ഗ്രന്ഥശ്ലോകങ്ങളിലായി 10 ലക്ഷണങ്ങളോടുകൂടിയ മഹാപുരാണമായ മഹാനദിയായ ഭാഗവത ഗംഗയായിട്ടൊഴുകുന്നു. ഒന്ന് കണ്ട്, ഒന്ന് ആരതി ഒഴിഞ്ഞ്,
ഒന്ന് മുങ്ങി നിവർന്നാൽ ഭവച്ഛിതയായി എപ്രകാരം ഗംഗ ഒരു ജീവനെ ശുദ്ധീകരിക്കുമോ അതുപോലെ വക്താരം പൃച്ഛ്രകം ശ്രോത്രും തൽ പാദസലിലം യഥാ. ഭാഗവതം തന്നെ പറഞ്ഞു, കലിയുഗത്തിൽ കുറെ അങ്ങോട്ട് പ്രാരബ്ധമൊക്കെ മൂത്താലേ ചിലപ്പോ ഗംഗയിൽ പോക്കും നടക്കാൻ പോണില്ല. ഇപ്പൊ ഗംഗയിൽ പോയി ദിവസം കുളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഗംഗയിലേക്ക് എത്താൻ സാധിക്കണില്ലല്ലോ എന്നൊരു ബുദ്ധിമുട്ട് വേണ്ട. മുമ്പ് ഇവിടെ പുല്ലൂർമണ്ണ രാമേട്ടൻ പറഞ്ഞതുപോലെ ഗംഗയിൽ കുളിക്കാൻ സാധിച്ചില്ലല്ലോ, കാശിയിൽ പോവാൻ സാധിച്ചില്ലല്ലോ എന്ന് പേടിക്കണ്ട. വൈഷ്ണവ ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശീഹ്യനുത്തമ. ഭാഗവതം എന്നുള്ളതായ ഈ ഒരു കഥാക്ഷേത്രം, അതിനകത്ത് ഭഗവാന്റെ അവതാര വിഗ്രഹങ്ങള് ഒന്ന് കയറിയാൽ 12-ാം സ്കന്ധത്തിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എത്ര അവതാരങ്ങളെ നമ്മൾ ഈ 7 ദിവസങ്ങളിൽ തൊഴുതു അല്ലേ. അകത്ത് കയറിയാൽ ചോറ്റാനിക്കര അമ്മയെ തൊഴാം, പുറത്തിറങ്ങി ഈ മതിലിനകത്തേക്ക് കയറിയാൽ എത്ര ദേവീദേവന്മാരെ തൊഴുതിട്ടാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, അടുത്ത നടയിൽ കൂടിയിട്ട്. ഇതുപോലെ പ്രഥമസ്കന്ധത്തിലേക്ക് അങ്ങ് പ്രവേശിച്ച് ഈ 12 സ്കന്ധത്തിൽ കൂടി പടിയിറങ്ങുമ്പോഴേക്കും എത്രയോ ഭഗവത് അവതാരങ്ങളെയും ഭാഗവതന്മാരെയും നമ്മൾ പരിചയപ്പെട്ടു, നമസ്കരിച്ചു. അവരുടെ അനുഭവങ്ങളും അവരിലേക്ക് ഭാഗവതം ചൊരിഞ്ഞ കാരുണ്യവും ഭഗവാന്റെ മാഹാത്മ്യവും കേട്ടു, അനുഭവിച്ചു, ഹൃദയത്തിലേക്ക് ഒതുക്കി. ഇനി ഇവിടുന്ന് എന്ത് വേണം? അതാണ് ചോദ്യം. കഴിഞ്ഞു ഇക്കൊല്ലത്തെ സപ്താഹവും കഴിഞ്ഞു എന്നും പറഞ്ഞ് പുറത്തേക്കെത്തി ചെരുപ്പം കെട്ട് വീണ്ടും പ്രാരബ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോ ഈ കേട്ട ഭാഗവതം, ഇപ്പോ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്നതായ ഈ ഒരു ഭഗവത് ഭക്തി, അതിന് കുറയാതെ സൂക്ഷിക്കണ്ടേ? നമുക്ക് അതിലൊരു കുറവ് വരാതിരിക്കണ്ടേ? അതിനെന്താ വഴി? അടുത്തൊരു സപ്താഹത്തിന് പോവുക, എന്നിട്ട് വീണ്ടും കോരി നിറയ്ക്കുക, അടുത്തൊരു പ്രഭാഷണം കേൾക്കുക, വീണ്ടും കോരി നിറയ്ക്കുക. ഇങ്ങനെ കോരി നിറക്കാൻ പുറപ്പെട്ടാൽ ഇത് നിറക്കലേ ഉണ്ടാവുള്ളൂ അല്ലേ. പെരുമഴ വരുന്ന സമയത്ത് പൊട്ടക്കിണറിലും വെള്ളം നിറയും, എല്ലാ കിണറിലും വെള്ളം നിറയും മഴക്കാലത്ത്. ഇതുപോലെ ഭാഗവതമൊക്കെ കേട്ട്, അല്ലെങ്കിൽ ഭാഗവത സപ്താഹത്തിലൊക്കെ പങ്കെടുത്തൊരു 7-ാം ദിവസമൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഭക്തിയൊക്കെ അങ്ങ് നിറയും. അയ്യോ ഇനിയിപ്പോ നാളെ മുതൽ 2-3 ദിവസത്തേക്ക് വല്ലാത്ത വിഷമം തന്നെയാണ്. രാവിലെ എണീക്കണം, സഹസ്രനാമം ചൊല്ലണം, ഭാഗവതം വായിക്കണം എന്നൊക്കെ വേണ്ടാത്ത ഓരോ തോന്നല് 2-3 ദിവസം ഉണ്ടാവും. പിന്നെ ഇതങ്ങ് പോവും, വറ്റും. അപ്പോ വെള്ളം നമുക്ക് ശരിക്കും എപ്പോഴും ആവശ്യമാണ്. എങ്കിലും ആത്യന്തികമായി നമുക്ക് വെള്ളം വേനൽക്കാലത്ത് ആവശ്യം. വേനൽക്കാലത്ത് ഏത് കിണറിലാ വെള്ളം ഉണ്ടാവുക? പുറത്തുനിന്ന് വെള്ളം നിറയണ കിണറിലാണോ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവുക? ആണോ? അല്ല. പിന്നെയോ ഉള്ളില് ഉറവയുള്ള കിണറിലാ ഉണ്ടാവുക. അപ്പൊ നമ്മളൊക്കെ പുറത്തുനിന്ന് വെള്ളം നിറയുന്ന പൊട്ടക്കിണറുകളാവാതെ ഈ ഭാഗവതം കേട്ട്, ഈ ഭക്തിയുടെ മാഹാത്മ്യം കേട്ട്, ഉദ്ധവാദികളുടെ, രാധാദികളുടെ, സുദാമാദികളുടെ, ഭാഗവതത്തിലെ ഓരോ ഭാഗവതന്മാരുടെയും കഥകളെ കേട്ട് ഹൃദയത്തെ ആർദ്രമാക്കിയാൽ രതിസ്യാതനപായിനി, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് എവിടെ നിന്നോ ഒരു തണുത്ത നീരുറവ പോലെ ഭക്തി അങ്ങ് പ്രവഹിക്കാൻ തുടങ്ങും. പിന്നെ സപ്താഹത്തിന് പോണമെന്നൊന്നുമില്ല, ഭാഗവതം നമ്മുടെ ഉള്ളിലുണ്ടാവും. പിന്നെ ഒരു യജ്ഞത്തിന് പോയിട്ട് പേട്ടിട്ട് നിറയ്ക്കേണ്ടതില്ല. നമ്മുടെ ഹൃദയത്തില് ആ ഭഗവത് ഭക്തിയാകുന്നതായ, ഭഗവത് പ്രേമമാകുന്നതായ തെളിനീര് തനിയെ നിറയും. ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണമെങ്കിൽ എന്തു വേണം? പിബത ഭാഗവതം രസം. ആ ഒരു ലയം, ആ ഒരു ഉറവ പൊട്ടുന്നതുവരെ വീണ്ടും വീണ്ടും ഭാഗവതത്തെ ആസ്വദിക്കൂ എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഭാഗവത സംഗ്രഹാധ്യായം.
ഇതുവരെ വായിച്ച കഥകളെ, ഇതുവരെ കേട്ട കഥകളെ, ഇതുവരെ അനുസ്മരിച്ചതായ ഭാഗവതന്മാരെ മുഴുവനായിട്ടൊന്നുകൂടി ഒരധ്യായത്തിൽ കൂടി ചുരുക്കി നമ്മുടെ ഹൃദയത്തിലേക്ക്. എന്തിന്? കേട്ടവർക്കൊക്കെ ഒന്നുകൂടി കേൾക്കാൻ പറ്റിയല്ലോ. അല്ല, ചില ഭാഗങ്ങളൊന്നും കേൾക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടാവും. അത്തരക്കാർക്ക് ഭാഗവതം മുഴുവൻ എനിക്കിതാ കേൾക്കാൻ സാധിച്ചുവല്ലോ എന്നിങ്ങനെ ധന്യത നൽകുന്നതായ സംഗ്രഹാധ്യായം അല്ല. പിബത പിബത ഭാഗവതം രസം മുഹുരഹോ മുഹുരഹോ പിബത. വീണ്ടും വീണ്ടും കുടിക്കൂ. ഈ ഒരു ഭാഗവത സംഗ്രഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാകാം. ഇതുവരെ കേട്ട കഥകള് അതൊന്നുകൂടി കേൾക്കൂ, വീണ്ടും വീണ്ടും കേൾക്കൂ. അതിനു വേണ്ടിയിട്ടാണ് ആ കഥകളെ മുഴുവൻ ഇതാ ഒന്നനുസ്മരിക്കുന്നത്. സത്യം പരം ധീമഹി എന്ന സത്യപ്രതിജ്ഞയോടുകൂടി വേദവ്യാസ മഹർഷി ആരംഭിച്ച ഭാഗവതം നൈമിഷാരണ്യ പുണ്യഭൂമിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് ശൗനകാദി യോഗീശ്വരന്മാരുടെ ഇടയിൽ കഥാമൃത രസാസ്വാദ കുശലന്മാരാക്കി നമ്മളെയും ഇരുത്തി ഉഗ്രശ്രവസ് എന്ന ഭാഗവതനിൽ നിന്നും വേദവ്യാസ നാരദ സംവാദ രൂപത്തിൽ ഭാഗവത ഉൽപ്പത്തിയെ കേൾപ്പിച്ച് വ്യാസന്റെ തൂലികയിൽ കൂടി ഉദിച്ചുയർന്നതായ പുരാണ സൂര്യനായ ഭാഗവതത്തിന്റെ മഹിമ പാണ്ഡവ ഭക്തിയോടുകൂടി നമ്മൾ കേൾക്കാൻ ആരംഭിച്ചു. കുന്തിസ്തുതിയും ഭീഷ്മസ്തുതിയും പാണ്ഡവന്മാരുടെ സദ്ഗതിയും പാണ്ഡവ പൗത്രനായ പരീക്ഷിത്തിന്റെ ചരിതവും പരീക്ഷിത്ത് നിൽക്കുന്ന ബ്രഹ്മശാപവും പ്രായോപവേശവ്രതവും ശുകാഗമനവും പാടി 19 അധ്യായങ്ങളെ കൊണ്ട് പ്രഥമസ്കന്ധം സമർപ്പിച്ച് ഭഗവാന്റെ വിശ്വരൂപത്തെ, കേശാദിപാദ രൂപത്തെ, 14 ലോകങ്ങളെയും തൻ്റെ ശരീരത്തിൽ ഉൾക്കൊള്ളിച്ച മഹാപുരുഷ രൂപിയായ നാരായണന്റെ മഹിമയെ വിസ്തരിച്ച് 3 അധ്യായങ്ങളിൽ ദ്വിതീയ സ്കന്ധത്തിൽ പറഞ്ഞപ്പോ പരീക്ഷിത്ത് പറഞ്ഞു, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ലല്ലോ. ഈ കാണുന്ന വൃക്ഷങ്ങളൊക്കെ രോമങ്ങളായിട്ടും, ഈ കാണുന്ന നദികളൊക്കെ നാഡികളായിട്ടും, ഈ കാണുന്ന സൂര്യചന്ദ്രന്മാര് നേത്രങ്ങളായിട്ടുമുള്ള ഒരു ഭഗവാനെ എനിക്ക് ധ്യാനിക്കാൻ, എനിക്ക് ചിന്തിക്കാൻ എൻ്റെ ഹൃദയത്തിന് അത്ര വിശാലതയൊന്നുമില്ല ഗുരുനാഥ. എങ്കിൽ ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് എടുത്ത് ലാളിക്കാൻ പാകത്തിന് എടുത്തതായ അവതാരലീലകളെ ഞാൻ പാടിത്തരാം. സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസിമേ ശുഖസാരസ്വതം ചൊല്ലി ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് തെളിയിച്ച ആ ജ്ഞാനദീപം ചതുശ്ലോകി ഭാഗവതം, അതിനെ ഓർമ്മിപ്പിച്ച് തൃതീയ സ്കന്ധം സൃഷ്ടിലീലകളെ പാടി ആരംഭിക്കുമ്പോൾ വിദുര ഉദ്ധവ സംവാദം എന്ന ഭാവത്തിൽ 2 പരമഭാഗവതന്മാരുടെ സംഗമ മഹിമയെ പാടി, പിന്നീട് മൈത്രേയ വിദുര സംവാദ രൂപത്തിൽ സൃഷ്ടിലീലകളെ പാടുമ്പോൾ വരാഹാവതാരവും ഹിരണ്യാക്ഷവധവും വർണ്ണിച്ച് കപിലാവതാരവും കപിലോപദേശവും പാടി ചതുർത്ഥ സ്കന്ധത്തിൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ കുറിക്കുന്ന ദക്ഷയാഗം, ധ്രുവചരിതം, പൃഥുചരിതം, പുരഞ്ജനചരിതം തുടങ്ങിയ പ്രകരണങ്ങളെ വർണ്ണിച്ച് പരമഭാഗവതനായ പ്രിയവ്രതന്റെ ചരിതത്തിൽ പ്രിയവ്രതോ ഭാഗവത, ഒരു ഭാഗവതൻ, ഒരു ജീവന് ഭാഗവതത്തിലേക്ക് എന്തുകൊണ്ട് താല്പര്യമുണ്ടാകുന്നു എന്ന് പരീക്ഷത്തിൽ കൂടി ഓർമ്മിപ്പിച്ച ഭാഗവതം. പരീക്ഷത്തിന് എങ്ങനെയാ കൃഷ്ണനോട് താല്പര്യം ഉണ്ടായത്? മുത്തശ്ശന്മാര് വലിയ കൃഷ്ണന്റെ ഭക്തന്മാരാ. ഇവിടെ ഭരതസ്തു മഹാഭാഗവത, ഭരതൻ എങ്ങനെയാ മഹാഭാഗവതനായത്? പ്രിയവ്രതോ ഭാഗവത, മുതുമുത്തൂസൻ വലിയ ഭക്തനാ. അപ്പോ ഇവർക്കൊക്കെ ഭാഗവതത്തോട് ഭക്തി ഉണ്ടായത് ആ പരമ്പരയിൽ എവിടെയോ ഒരു ഭാഗവതൻ ഉള്ളത് കൊണ്ടാണെങ്കിൽ ഈ ചോറ്റാനിക്കര അമ്മയുടെ മുൻപില് ഈ ഭാഗവത കൃഷ്ണനെ കേൾക്കാനും കാണാനും ആസ്വദിക്കാനും നമ്മൾ ഇന്നിരിക്കണോ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നമസ്കരിക്കേണ്ടത് നമ്മുടെ പൂർവ തലമുറയില്, നമ്മുടെ പൂർവികന്മാരില് ഈ ഭാഗവതത്തെ പ്രത്യക്ഷ കൃഷ്ണഭാവത്തിൽ ഉപാസിച്ച ഏതോ ഒരു ഭക്തൻ, ഏതോ ഒരു ഭാഗവതൻ, അവരുണ്ടാക്കി വച്ച പുണ്യമാണ് നമുക്ക് ഈ ഭാഗവതത്തിലേക്കുള്ള ശ്രദ്ധ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പഞ്ചമസ്കന്ധം ഭരതചരിതവും ഭദ്രകാളിയാവിർഭാവവും ഭൂഗോള ജ്യോതിർലോക ഗ്രഹ നക്ഷത്രാദി ലോകങ്ങളെയും പാടി പാപകർമ്മങ്ങൾക്കനുസരിച്ച് അനുഭവിക്കേണ്ടി വരുന്ന നരകയാതനയെ പാടിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പോഷണം. രക്ഷപ്പെടാൻ സാധിക്കും, ഏതൊരു നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. കാരണം ഭഗവാന്റെ അംശമല്ലേ നമ്മൾ.
ആ ഒരു തിരിച്ചറിവുണ്ടായി ഒരു ഉപാസന ആരംഭിച്ചു കഴിഞ്ഞാൽ ഏത് പ്രാരബ്ധത്തിന്റെ പടുകുഴിയിൽ നിന്നും പരമഹംസഗതൗലഭേദ കൈപിടിച്ചു ഭഗവാൻ ഉയർത്തും. പുത്രനെയോർത്ത് ജപിച്ച ഒരു നാരായണ നാമത്തെ കണക്കാക്കി അജാമിളിൽ നിന്നൊരു മഹാപാപിയെ കരകയറ്റിയില്ലേ ഭഗവാൻ. പൂർവജന്മ പുണ്യത്തെ കണക്കാക്കി വൃത്രാസുരനെ അനുഗ്രഹിച്ചില്ലേ ഭഗവാൻ. കൊല്ലണം എന്ന മോഹവുമായി പുറപ്പെട്ട ദിതീദേവിയുടെ ഉള്ളില് ശ്രീനിവാസ അനുകമ്പ കൊണ്ട് കൊല്ലണ്ട എന്നൊരു കാരുണ്യം തോന്നിച്ചില്ലേ ഭഗവാൻ എന്ന് പോഷണം എന്ന ലക്ഷണത്തെ 6-ാം സ്കന്ധത്തെ പാടി പരമഭാഗവതനായ പ്രഹ്ലാദന്റെ വാക്കിനെ സത്യമാക്കാൻ സ്വീകരിച്ച നരസിംഹാവതാരവും പ്രഹ്ലാദ സ്തുതിയും സദാചാര നിർണയവും വർണ്ണിച്ച് അഷ്ടമസ്കന്ധത്തില് ഓരോ മന്വന്തരങ്ങളിൽ കാലക്കേടിനെ തീർക്കാൻ കാലചക്രപാണിയായ ഭഗവാൻ സ്വീകരിച്ച അവതാര ലീലകളെ പാടുമ്പോൾ ഗജേന്ദ്രമോക്ഷവും പാലാഴിമഥനവും വാമനാവതാരവും മത്സ്യാവതാരവും പാടി ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിച്ചു. ഏത് മന്വന്തരത്തിലാവട്ടെ, ഏത് ചതുർയുഗത്തിലാവട്ടെ, ഏത് യുഗത്തിലാവട്ടെ, ഏത് വർഷങ്ങളിലാവട്ടെ, ഏതു മാസങ്ങളിലാവട്ടെ, ഏത് ആഴ്ചകളിലാവട്ടെ, ഏത് ദിവസങ്ങളിലാവട്ടെ, ഏത് നിമിഷത്തിലാവട്ടെ ഭഗവാനെ ആശ്രയിക്കൂ. കാലക്കേടുകളെ തീർക്കാൻ, കാലത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ദേശകാലാവധിഭ്യാം നിർമുക്തം ആയിട്ടുള്ള ഭഗവാനെ സാധിക്കൂ എന്ന് ഓർമ്മിപ്പിച്ച് ആ കാലചക്രപാണിയായ ഭഗവാനെ ആശ്രയിച്ച് കാലക്കേടുകളെ തീർത്ത സൂര്യസോമ വംശങ്ങളിൽപ്പെട്ട രാജാക്കന്മാരുടെ കഥകളെ ഈശാനുചരിതത്തിൽ കൂടി 24 അധ്യായങ്ങളിൽ 9ാം സ്കന്ധത്തിൽ പാടി കാലക്കേട് തീർക്കാൻ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിക്കാൻ പറ്റിയൊരു അവതാരം വേണ്ടേ? അങ്ങനെ ആശ്രയിക്കാൻ പറ്റിയൊരു ഭഗവാൻ ഉണ്ട്. യോഗീശ്വരന്മാര് തപസ് ചെയ്തിട്ട് നേടുന്ന ആനന്ദം, ശമം ദമം തുടങ്ങിയിട്ടുള്ളതായ നിയന്ത്രണങ്ങളെ ചെയ്തിട്ട് നേടുന്ന ആനന്ദം, പരമഹംസന്മാർക്ക് മാത്രം ലഭിക്കുന്നതായ പരബ്രഹ്മാനന്ദം, ബ്രഹ്മാനന്ദം. ഇതൊന്നും കുന്തിദേവി പറഞ്ഞതുപോലെ കഥം പശ്യേമഹി സ്ത്രീയ, ഈ സാത്വിക രാജസ താമസ ഗുണങ്ങളുടെ അടിമകളാകുന്ന ഞങ്ങൾക്ക് ഇതൊന്നും സാധിക്കണില്ല പരമഹംസന്മാരെ പോലെ പറന്നുയരാനൊന്നും. എങ്കിൽ വേണ്ട, അങ്ങനെയുള്ള നമുക്ക് ആശ്രയിക്കാനിതാ പൂർണ്ണ പുണ്യാവതാരം. ദശമസ്കന്ധത്തില് 3-ാം അധ്യായത്തിൽ 8-ാം ശ്ലോകത്തില് ഭഗവാന്റെ കൃഷ്ണാവതാരം. ആശ്രയിച്ചോളൂ, എങ്ങനെ വേണമെങ്കിലും ആശ്രയിച്ചോളൂ. കാമാൽ, ദ്വേഷാൽ, ഭയാൽ, സ്നേഹാൽ, സംബന്ധാൽ ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഈ കൃഷ്ണനോടൊരു ബന്ധം വച്ചാൽ മതി, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞ് അത്തരത്തിൽ കൃഷ്ണനെ പ്രേമിച്ചും പേടിച്ചും സ്നേഹിച്ചും ലാളിച്ചും സ്വാധീനിച്ചതായ സജ്ജനങ്ങളുടെ മഹിമകളെ പാടി ദശമസ്കന്ധം സമർപ്പിച്ച് കൃഷ്ണനാട്ടം കഴിയുമ്പോൾ ആ കൃഷ്ണധർമ്മം തൻ്റെ ഉദ്ധവന് നൽകിയ ഉദ്ധവന്റെ ആ ഭക്തിയെ പാടി ഉദ്ധവന്റെ ബദരീനാഥ യാത്രയെയും കൃഷ്ണനാട്ട സമർപ്പണവും വർണ്ണിച്ചൊടുവിലിത ആശ്രയം എന്ന ലക്ഷണവും ലക്ഷ്യവുമായ 12-ാം സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ 12-ാം സ്കന്ധത്തില് കലിയുഗത്തിന്റെ കുടിലതകളെ ഓരോന്നായി ഓർമ്മിപ്പിച്ച് ഈ കലികാല കൽമഷങ്ങളാകുന്ന പ്രാരബ്ധങ്ങളുടെ ഇടയിൽ പെട്ടുപോയ നമുക്ക് ആലിലക്കണ്ണനായ ഭഗവാനാണ് ആശ്രയം എന്ന് പുരാണാചാര്യനായ മാർക്കണ്ഡേയൻ കാട്ടിത്തന്ന വഴിയെ ഓർമ്മിപ്പിച്ച് ഭാഗവതന്മാർക്ക് സർവതരത്തിലും അനുഗ്രഹം ചൊരിഞ്ഞ മഹാദേവനെ സ്മരിച്ച് ഒടുവിൽ ഓരോ ഉദയവും ഓരോ അസ്തമനവും നമുക്ക് മുകളിലായി നമ്മളുടെ ആയുസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് കാലം എന്നൊരു ശക്തി നീങ്ങിപ്പോണുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തല് ആദിത്യവ്യൂഹ വിവരണം എന്ന ഭാവത്തിൽ പ്രത്യക്ഷ നാരായണനായ ആ സൂര്യദേവന്റെ സഞ്ചാരപദത്തെ ഓർമ്മിപ്പിച്ച് ഭാഗവതം സമർപ്പിക്കുന്നു.